Okay, students. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയത് എങ്ങനെയാണ് ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ജാവ ക്ലാസ്സിൽ എങ്ങനെയാണ് കൺസ്ട്രക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതെല്ലാമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂസ് ചെയ്തത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടു കാണും, നമ്മൾ ഒരു ജാവയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ജാവ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ടർ നമ്മൾ കണ്ടു. സോ ഇന്നത്തെ ക്ലാസ്സിൽ കൺസ്ട്രക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കാം, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്ത ഒരു സ്ട്രിംഗ് ക്ലാസ് പേഴ്സൺ, ഈ അതിന്റെ വേരിയബിൾസ് ഇത് ആക്സസ് സ്പെസിഫയർ ഉണ്ട്. ഇപ്പോൾ ഇത് അതിന്റെ മെമ്പേഴ്സ് ഉണ്ട്, മെമ്പർ ഫംഗ്ഷനും ഉണ്ട്. ഈ മെമ്പർ ഫംഗ്ഷൻ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് നോക്കി. മെമ്പർ ഫംഗ്ഷൻ ആദ്യം ആക്സസ് സ്പെസിഫയർ, പബ്ലിക് ഇത് കണ്ടോ, ശ്രദ്ധിക്കുക, പബ്ലിക് ആണ് ഇവിടെ ആക്സസ് സ്പെസിഫയർ, അതുപോലെ പ്രൈവറ്റ് ഇത് ആക്സസ് സ്പെസിഫയർ എന്ന് പറയുന്നത്. ഈ ആക്സസ് സ്പെസിഫയർ ഉണ്ടാവും, ദെൻ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും, ദെൻ ഫംഗ്ഷൻ നെയിം. എങ്ങനെയാണ് നമ്മൾ നോർമലി ഒരു ഫംഗ്ഷന്റെ അതായത് ഫസ്റ്റ് ഒരു ആക്സസ് സ്പെസിഫയർ ഉണ്ടാകും, ദെൻ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും, then function name, then another arguments ഉണ്ടാവും, then ഇതാണ് ഒരു നോർമൽ ഫംഗ്ഷന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. നോർമലി ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷന്റെ ബ്ലോക്ക് കൊടുക്കുന്നത്. ഒരു ആക്സസ് സ്പെസിഫയർ ഉണ്ടാവും, റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും, ഫംഗ്ഷൻ നെയിം ഉണ്ടാവും, ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. സോ നമ്മൾ ഈ പറയുന്ന ഈ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ്. അതിന് നമുക്ക് റിട്ടേൺ ടൈപ്പ് ഉണ്ടാകത്തില്ല, കാരണം റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് അത് ഒബ്ജക്റ്റ് തന്നെ ആയിരിക്കും. അപ്പൊ ഈ റിട്ടേൺ ടൈപ്പ് ഇത് എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമില് നമ്മളെ മെയിൻ കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ കണ്ടു ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം എന്ന പ്രോഗ്രാമിൽ നമ്മൾ കണ്ടു പേഴ്സൺ പി എന്ന് പറയുമ്പോൾ പേഴ്സന്റെ ഒരു റെഫറൻസ് പി എന്ന റെഫറൻസ് ക്രിയേറ്റ് ചെയ്തു. അതിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പി ഈക്വൽ ടു ന്യൂ പേഴ്സൺ എന്ന് കൊടുത്തേക്കുന്നത്. നമ്മൾ അതിനുശേഷം നമ്മൾ ഓരോ പി ഡോട്ട് ഏജ് ഈക്വൽ ടു 20 എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ പി ഡോട്ട് സിസ്റ്റർ അത് പ്രിന്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. സോ ഇങ്ങനെയാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നത് കണ്ടത്. സോ ഈ ഒരു ഏരിയ നമുക്ക് നോക്കാം. ഇനി നമുക്ക് രണ്ട് മെത്തേഡിലുണ്ട് നമുക്ക് കൺസ്ട്രക്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് ഒരു കൺസ്ട്രക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ സിസ്റ്റം തന്നെ ഒരു കൺസ്ട്രക്ടർ നമുക്ക് അലോക്കേറ്റ് ചെയ്യും. അതായത് ഇപ്പോ ഈ വാല്യൂ ഏജ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് നിങ്ങൾക്ക് ആദ്യമേ കൊടുത്തിരിക്കുന്നത്. പി ഏജ് 20 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ പി ഡോട്ട് ഏജ് എന്നുള്ള വാല്യൂ നമ്മളാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ആ പി ഡോട്ട് ഏജ് എന്നുള്ള വാല്യൂ നമ്മളാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ പി ഡോട്ട് സെറ്റ് നെയിം എന്നുള്ളത് നമ്മൾ കലാം എന്ന് കൊടുത്തേക്കുന്നത് നമ്മൾ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ, അതായത് ഇത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ, ഈ പി ഡോട്ട് ഏജ് എന്ന വാല്യൂ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റം ഒരു ഗാർബേജ് വാല്യൂ ആയിരിക്കും നമ്മൾ ഈ സിസ്റ്റം കൊടുക്കുക. ഈ വാല്യൂ ഗാർബേജ് വാല്യൂ സിസ്റ്റം കൊടുക്കാം. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നു, then B ഡ്രൈവില്, then cd ബേസിക് എന്നുള്ളത് ആ ഫോൾഡർ നെയിം ആണ്. ആ ഫോൾഡറിനകത്ത് കയറി നമ്മൾ ഇനി javac സ്പേസ് ടെസ്റ്റ് ഡോട്ട് ജാവ സോ നമ്മൾ കമ്പൈൽ ചെയ്യാണ്. സോ കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ ഇത് എററൊന്നും കാണിക്കത്തില്ല. അത് കാരണം ഇത് വേറെ നമുക്കൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, ഈ എററൊന്നും കാണിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ നോക്കാം. ഈ റൺ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗാർബേജ് വാല്യൂ 20 എന്നും കലാമെന്ന് കയറി വരുന്നതാണ്. സോ ഇനി 20 കലാം നേരത്തെ ഇല്ലായിരുന്നെങ്കിൽ ഇതിന്റെ കയറി വാല്യൂ വരത്തില്ല. സോ ഈ വാല്യൂ
സോറി അത് സേവ് ചെയ്യാൻ പറഞ്ഞു വേണ്ടത്. ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടി അത് റൺ ചെയ്ത് കമ്പയർ ചെയ്യണം. സോ കമ്പയർ ചെയ്തു. ദെൻ അഗെയിൻ ഞാൻ റൺ ചെയ്യുന്നത് കണ്ടോ, ഏജ് 0, നെയിം ഇസ് നൾ എന്ന് പറഞ്ഞു വന്നേക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡീഫോൾട്ട് കൺസ്ട്രക്ട്, അതായത് ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ ഒരു കൺസ്ട്രക്ടർ കോൾ ചെയ്യണമെങ്കിൽ, അതായത് ക്ലാസിന്റെ, അതായത് പേഴ്സൺ എന്ന ക്ലാസിന്റെ അതേ നെയിമിലുള്ള ഒരു കൺസ്ട്രക്ടർ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് സിസ്റ്റം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വാല്യൂസ്, അതായത് ഈ ഏജ്, സ്ട്രിങ് ഇതിനെല്ലാം ഡീഫോൾട്ട് വാല്യൂസ് കൊടുക്കും. ഇന്റിജറിന്റെ ഡീഫോൾട്ട് വാല്യൂ 0 ആണ്, ഏജ് സ്ട്രിങ്ങിന്റെ ഡീഫോൾട്ട് വാല്യൂ നള്ളാണ്, ക്യാറിന്റെ നള്ളാണ്. ഇങ്ങനെ ഓരോന്നിനും ഡിഫോൾട്ട് വാല്യൂസ് സിസ്റ്റം കൊടുക്കും. അപ്പൊ ഈ ഡിഫോൾട്ട് വാല്യൂസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇത് ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ അല്ല, ഇനി ഒരു കൺസ്ട്രക്ടർ നമ്മൾ സ്പെസിഫൈ ചെയ്യണമെന്ന് വെച്ചോ. ഈ കൺസ്ട്രക്ടർ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ടൈപ്പ് നമ്മൾ കൊടുക്കേണ്ടത് പബ്ലിക് ആയിട്ടാണ് കൊടുക്കേണ്ടത്, ആക്സസ് സ്പെസിഫയർ പബ്ലിക് ആയിട്ടാണ് കൊടുക്കേണ്ടത്. ദെൻ അതേ നെയിം, റിട്ടേൺ ടൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ക്ലാസ് നെയിം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദെൻ ഓപ്പണിംഗ് ക്ലോസിംഗ് നോർമൽ ഫംഗ്ഷൻ എഴുതുന്ന പോലെ തന്നെ. ദെൻ ഇപ്പൊ ഇവിടെ നമുക്കൊരു വാല്യൂ നമുക്ക് ഓൾറെഡി പ്രീ സെറ്റ് ആക്കി വെക്കണം. പ്രീ സെറ്റ് ആക്കി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ദിസ് ഡോട്ട് നെയിം നമ്മൾ കോൾ ചെയ്യുമ്പോൾ അതിന് നമുക്ക് കൊടുക്കേണ്ടത് ഞാൻ ഗാന്ധി എന്ന് ഞാൻ കൊടുക്കണം. ഓക്കെ, ദെൻ ദിസ് ഡോട്ട് ഏജ് is equal to ഒരു 65. ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഈ ദെൻ ഞാൻ അപ്പോൾ നമുക്ക് ഏത് കൺസ്ട്രക്ട് ആണ് കോൾ ചെയ്യണമെന്ന് അറിയണം. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു ചെറിയൊരു എക്സ്ട്രാ സംഭവം കൊടുക്കുകയാണ്. അത് എന്താ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാല്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് അല്ലേ inside default constructor. ഡിഫോൾട്ട് കൺസ്ട്രക്ടറിൽ നമുക്ക് ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു ഗാന്ധി എന്ന് മാത്രം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഏജിന്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി 0 ആയിട്ട് എടുക്കും. കാരണം ഇന്റിജറിന്റെ ഡിഫോൾട്ട് വാല്യൂ 0 ആയത് കാരണം ഏജിന്റെ വാല്യൂ 0 എടുക്കും. സോ ഇത് ഇൻസൈഡ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ അതറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത മെത്തേഡ് ആണ്, അതായത് അടുത്ത ടൈപ്പ് ഒരു കൺസ്ട്രക്ടർ ആണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഈ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിന് നമ്മൾ പാരാമീറ്റേഴ്സ് നമ്മൾ എക്സ്ട്രാ കൊടുക്കും. പാരാമീറ്റേഴ്സ് എത്രയുണ്ട്, ഈ പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ അതിന്റെ പാരാമീറ്ററിന്റെ എണ്ണം അനുസരിച്ചായിരിക്കും ഇത് കോൾ ചെയ്യുന്നത്, ഡിഫോൾട്ട് ആയിട്ട് കോൾ ചെയ്യുന്നത്. name1, int ag. This dot name equal to name1 this dot age equal to ag. So നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് കൺസ്ട്രക്ടറും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഒന്ന് പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറും ദെൻ പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടറും. ഇത് നമ്മൾ സേവ് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാലും നമ്മൾ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്താൽ മാത്രമേ അത് എഫക്റ്റ് ആവത്തുള്ളൂ റൺ ചെയ്യുമ്പോൾ. സോ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യണം. സോ കമ്പയർ ചെയ്തു. ഒരു 5 എറർ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. എറർ, ഓക്കെ, ഒരു സെമിക്കോളം മിസ്സായിട്ടുണ്ട്. ഓക്കെ, സെമിക്കോളം മിസ്സായത് എവിടെയാണെന്ന് നോക്കണം.
സെമിക്കോളൻ മിസ്സായത്. സോ നമുക്കിത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, ഞാനതിനെ കമന്റ് ചെയ്തിടുകയാണ്. നമുക്കൊരു ലോങ് സ്റ്റേറ്റ്മെന്റ് കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണത് സ്റ്റാർ എന്ന കമന്റ് ആണ് രീതിയിലാണ് നമ്മൾ. പിന്നെ സ്ലാഷ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കമന്റ് ചെയ്യാനാണ് ഈ സ്റ്റാർ നമ്മൾ യൂസ് ചെയ്തത്. ദെൻ സേവ് ചെയ്തു. ഇനി അതിന്റെ മിസ്റ്റേക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഞാൻ ഒന്നും കൂടി അത് കമ്പയർ ചെയ്ത് നോക്കിയാണ്. സോ എറർ ഒന്നുമില്ല, അവിടെ ഒരു ആ ചെറിയൊരു എറർ വന്നായിരുന്നു, അത് നമുക്ക് മാറ്റി. സോ ഇതിപ്പോ നമുക്ക് ക്രിയേറ്റ് ആയി. ഇത് ക്രിയേറ്റ് ആയപ്പോൾ നമ്മൾ ഇനി എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് നോക്കി, ഇവിടെ ന്യൂ പേഴ്സൺ എന്ന് പറഞ്ഞാണ് കോൾ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു വാല്യൂ പോലും നമ്മൾ കൊടുത്തിട്ടില്ല. ഇപ്പൊ ഏജ് ഈക്വൽ ടു 20 നമ്മൾ കമന്റ് ചെയ്ത് വെച്ചേക്കാണ്. സെറ്റ് നെയിം കലാം ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി, ഇവിടെ നമ്മൾ ഡിസ്റ്റോട്ട് നെയിം ഗാന്ധി എന്നും ഏജ് 65 എന്നും കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണം നോക്കാം. അപ്പൊ നമ്മൾ റൺ ചെയ്യാണ്. ജാവ ടെസ്റ്റ് കണ്ടോ, ഇൻസൈഡ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇവിടെ വന്നു. ഇൻസൈഡ് ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനകത്ത് വന്നു. എന്നാൽ ദിസ് ഡോട്ട് നെയിം നമ്മൾ പേഴ്സൺ നെയിം ഇസ് ഗാന്ധി എന്ന് പ്രിന്റ് ചെയ്തു. പേഴ്സൺ ഏജ് ഇസ് 65 എന്ന് പ്രിന്റ് ചെയ്തു. സോ ഇതാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടറിൽ സംഭവിക്കുന്നത്. ഇനി പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ട്. ഈ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് നമ്മളൊരു വാല്യൂ പാസ് ചെയ്യണം. വാല്യൂ സച്ചിൻ, 50 ഇതാണ് നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സേവ് ചെയ്യുന്നു. അഗൈൻ ഞാൻ കമ്പൈൽ ചെയ്യുന്നു. ദെൻ റൺ ചെയ്യുന്നു. കണ്ടോ, ഇതിപ്പോ എന്താ സംഭവിച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ന്യൂ പേഴ്സൺ സച്ചിൻ 50 എന്ന കൺസ്ട്രക്ടർ അത് കോൾ ചെയ്യുമ്പോൾ ഈ പേഴ്സൺ എന്ന ക്ലാസ്സിലോട്ട് ചെക്ക് ചെയ്യും. ഈ പേഴ്സൺ എന്ന ക്ലാസ്സിലോട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഏതാണ് സ്യൂട്ടബിൾ, അതായത് ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യുന്നത് ഈ പേഴ്സൺ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പേഴ്സണിനകത്ത് നമ്മൾ പാസ് ചെയ്യുമ്പോൾ അതായത് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യണമെന്ന് നോക്കും. പാരാമീറ്റർ പാസ് ചെയ്യണമെന്ന് നോക്കും. അപ്പൊ പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നേരെ പാരാമീറ്റർ ഉള്ള ആ കൺസ്ട്രക്ടർ ആയിരിക്കും കോൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ പാരാമീറ്റർ ഉള്ള കൺസ്ട്രക്ടർ ആയിരിക്കും കോൾ ചെയ്യുന്നത്. ഇനി ഇൻ കേസ് നമ്മൾ ഈ പാരാമീറ്റർ ഒന്നും കൊടുത്തില്ല, ഈ പാരാമീറ്റർ ഒന്നും കൊടുക്കുകയും ചെയ്തില്ല, പകരം നമ്മൾ ഇതൊരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ നമ്മൾ ക്രിയേറ്റും ചെയ്തിട്ടില്ല, ഈ പാരാമീറ്റർ നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടില്ല, പിന്നെ നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യുകയും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ അതിന് കമന്റ് ചെയ്യണം. ഇപ്പൊ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ഞാൻ കമന്റ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ കമ്പയർ ചെയ്യുന്നു. ഞാൻ ഒന്നും കൂടി ഇത് കമ്പയർ ചെയ്യുന്നു. അപ്പൊ ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതായത് നമ്മളൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പാരാമീറ്ററൈസ്ഡ് ആണ്. പക്ഷെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കോൾ ചെയ്തു, പക്ഷെ നമ്മൾ പാരാമീറ്റർ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അത് ഈ പാരാമീറ്റർ കൂടി ഞാൻ ഒഴിവാക്കിയാണ്. അപ്പൊ നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കി, അതായത് ഒരു പാരാമീറ്റർ ഇല്ലാത്ത, പക്ഷെ പാരാമീറ്ററുടെ കൺസ്ട്രക്ടർ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നോർമൽ ഇത് തന്നെ കോൾ ചെയ്യും, അതായത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ തന്നെ കോൾ ചെയ്യും. അപ്പൊ അങ്ങനെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടോ, ഇതിന് കമ്പയർ ടൈം തന്നെ എറർ കാണിക്കും. ഇതിന് കമ്പയർ ടൈമിൽ എറർ കാണിക്കാനുള്ള കാരണം കണ്ടോ, ദി കീവേഡ് ഈസ് മെമ്മറി അലോക്കേറ്റ് ആണ്. ഇതിനകത്ത് റിക്വേർഡ് 2 റിക്വേർഡ് എന്നാണ് കാണിക്കുന്നത്, നോ ആർഗ്യുമെന്റ്സ് ആണ് കാണിക്കുന്നത്. അതാണ് റീസൺ. ഇത് കമ്പയർ ടൈം തന്നെ നമുക്ക് അതിന്റെ എറർ മനസ്സിലാക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഇത്. ഇപ്പൊ ഈ 2 നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഡിഫോൾട്ട് കൺസ്ട്രക്ടറും ഒന്ന് പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ. അപ്പൊ ഇതെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പഠിക്കുക. സോ അതിനുശേഷം നമുക്ക് ബാക്കിയുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മളിപ്പോ രണ്ടും നോക്കിയത്, ഇപ്പൊ പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടറും കണ്ടു, നോർമൽ കൺസ്ട്രക്ടർ കണ്ടു, ഡിഫോൾട്ട് കൺസ്ട്രക്ടറും കണ്ടു. ഇപ്പൊ ഞാൻ ഒരു കൺസ്ട്രക്ടർ കൂടി എഴുതുകയാണ്. ഇതിനകത്ത് പബ്ലിക് പേഴ്സൺ
this dot age equal to age2. സോ ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നമുക്ക് കണ്ടറിയാം, നമുക്കൊരു ഒരേ പേരിൽ തന്നെയുള്ള 3 കൺസ്ട്രക്ടർ ഉണ്ട്. ഒന്ന് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, ഒന്ന് പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ വിത്ത് 2 പാരാമീറ്റേഴ്സ്, ദെൻ പാരാമീറ്റർ കൺസ്ട്രക്ടർ വിത്ത് 1 പാരാമീറ്റേഴ്സ്. ഇപ്പൊ നമുക്കിത് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിത് ഒരു പാരാമീറ്റർ മാത്രമുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇത് നമുക്ക് 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ P1, P2, then P3 എന്ന 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ P1, P2, P3. ദെൻ നമ്മളൊരു നോർമൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ P1 ഈക്വൽ ടു ന്യൂ പേഴ്സൺ ഇങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആയിരിക്കും കോൾ ചെയ്യുന്നത്. ദെൻ P2 ഈക്വൽ ടു ന്യൂ പേഴ്സൺ, അതിന് ഞാൻ 50 എന്ന് മാത്രം പാസ് ചെയ്യണം. 50 എന്ന് മാത്രം പാസ് ചെയ്യണം. ഓക്കെ, ആദ്യത്തേതിൽ ഞാൻ P1 ഈക്വൽ ടു ന്യൂ പേഴ്സൺ, ദെൻ P2 ഈസ് ഈക്വൽ ടു ന്യൂ പേഴ്സൺ ഓഫ് 50 എന്ന് കോൾ ചെയ്യണം. ദെൻ തേർഡ് ഒബ്ജക്റ്റ് ഞാൻ P3 ഈക്വൽ ടു ന്യൂ പേഴ്സൺ ഓഫ് Sachin, 45. സോ ഇങ്ങനെ 3 കൺസ്ട്രക്ടർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാൻ ഈ മൂന്നിന്റെയും ഏജ് മാത്രം പ്രിന്റ് ചെയ്യിക്കാൻ പോവുകയാണ്. ബാക്കിയെല്ലാം ഞാൻ കമന്റ് ചെയ്തിട്ട് 3ന്റെയും ഏജ് മാത്രം പ്രിന്റ് ചെയ്യിക്കാൻ പോവുകയാണ്. സോ ഞാൻ ഇതെല്ലാം ഫസ്റ്റ് ലൈൻ കോപ്പി ചെയ്തു. ദെൻ നോക്കുക, ഞാൻ ഫസ്റ്റത്തെ P1ന്റെ ഏജ് ആണ് ഇവിടെ പ്രിന്റ് ചെയ്തത്, സെക്കൻഡ് P2ന്റെ ഏജ് ആണ് പ്രിന്റ് ചെയ്തത്, ഇത് P3യുടെ ഏജ് ആണ് കോൾ ചെയ്തത്. ഞാൻ സേവ് ചെയ്തു. ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് തന്നെ നമുക്കിത്, ഞാൻ സ്ക്രീൻ ക്ലിയർ ചെയ്തതാണ്. ദെൻ ഞാൻ ഫസ്റ്റ് തന്നെ ആ ജാവ ടെക്സ്റ്റ് ഫയൽ ഞാൻ കമ്പൈൽ ചെയ്യണം. എക്സ്പെക്റ്റഡ് അത് നമുക്ക് എററുണ്ട് എന്നാ നോക്കാം. ഓക്കെ, ഇവിടെ സെമിക്കോണിന്റെ കുറവാണ്, ആ സെമിക്കോൺ ഇട്ടു. ദെൻ വീണ്ടും കമ്പൈൽ ചെയ്തു. സോ എറർ ഒന്നും വന്നില്ല. ദെൻ ഞാൻ ഇതിനെ റൺ ചെയ്യിക്കാൻ പോവുകയാണ്. നോക്കൂ, പേഴ്സൺ ഏജ് ഈസ് 65, പേഴ്സൺ ഏജ് ഈസ് 50, പേഴ്സൺ ഏജ് ഈസ് 45. ഇതെങ്ങനെയാണ് വന്നത്? ഇപ്പൊ എന്താണ് ഇത് കോൾ ചെയ്തത്? ഈ 3 വന്നേക്കുന്ന ഔട്ട്പുട്ടും 3 ഒബ്ജക്റ്റിന്റെയാണ്. ഈ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് P1 എന്ന ഒബ്ജക്റ്റും, സെക്കൻഡ് ഒബ്ജക്റ്റ് P2 എന്ന ഒബ്ജക്റ്റും, തേർഡ് ഉള്ള P3 എന്ന ഒബ്ജക്റ്റും ആണ്. അപ്പൊ ഈ 3 കോൾ ചെയ്തേക്കുന്നത് ഈ പേഴ്സൺ എന്ന ഈ പറയുന്ന ഈ ക്ലാസ്സിലെ ഈ ഒരേ പേരിലുള്ള ഈ കൺസ്ട്രക്ടർ ആണ് കോൾ ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ കോൾ ചെയ്യുന്നതിനാണ് കൺസ്ട്രക്ടർ ഓവർലോഡിങ് അല്ലെങ്കിൽ ഓവർലോഡഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. സോ ഒരേ പേരിലുള്ള 3 കൺസ്ട്രക്ടർ, അതിന്റെ പാരാമീറ്ററിന്റെ വ്യത്യാസം വെച്ചിട്ട് ഓരോ കൺസ്ട്രക്ടർ സെലക്ട് ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ കൺസ്ട്രക്ടർ ഓവർലോഡിങ് അല്ലെങ്കിൽ ഓവർലോഡഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ട് വിചാരിക്കുന്നു. സോ സ്റ്റുഡൻസ്, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മെത്തേഡ് ഓവർലോഡിങ് എന്താണെന്ന് മനസ്സിലായി. ഈ മെത്തേഡ്, അതായത് ഈ കൺസ്ട്രക്ടർ ഓവർലോഡിങ് ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെത്തേഡ് ഓവർലോഡിങ് ആണ്. ഈ മെത്തേഡ്, അപ്പോൾ എന്താണ് മെത്തേഡ് ഓവർലോഡിങ് എന്നൊരു കൺഫ്യൂഷൻ. സോ എന്താണ് മെത്തേഡ് ഓവർലോഡിങ്? സോ അത് നിങ്ങൾക്ക് എക്സാമ്പിൾ വഴി ഞാൻ പറഞ്ഞുതരാം എന്താണ് മെത്തേഡ് ഓവർലോഡിങ് എന്ന്. സോ അതിനായിട്ട് ഞാൻ ഒരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ ആ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ആ ക്ലാസ് ഞാൻ ഓവർലോഡ് എന്ന് നെയിം കൊടുക്കുകയാണ്. ക്ലാസ് ഓവർലോഡ് എന്ന് നെയിം കൊടുക്കുകയാണ്. ദെൻ നമ്മൾ നോർമൽ ചെയ്യുന്ന സ്റ്റെപ്പ് പോലെ തന്നെ
സേവ് ചെയ്യുന്നു. ആ ബേസിക് എന്ന ലൊക്കേഷനിൽ ഓവർലോഡ് ജാവ സോഴ്സ് ഫയൽ ആയിട്ട് സേവ് ചെയ്യുന്നു. ക്ലാസ് ഓവർലോഡ് കൊടുക്കുകയാണ്. സോ ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർലോഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം നെയിം ഉള്ള മെത്തേഡ് ആയിരിക്കണം. ഒരു കണ്ടീഷൻ ഉള്ളത് സെയിം നെയിം ഉള്ള മെത്തേഡ് ആയിരിക്കണം. അതില് എന്തൊക്കെ ചേഞ്ച് വരാം എന്നുള്ളത് ഇപ്പൊ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഞാൻ അതിനകത്ത് നോർമലി സിമ്പിൾ ആയിട്ടുള്ളത് ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഇതിനകത്ത് ഞാൻ കൊടുക്കുകയാണ് നോ പാരാമീറ്റർ. സോ ഇതിനകത്ത് നോ പാരാമീറ്റർ ആണ് കൊടുക്കുന്നത്. നോ പാരാമീറ്റർ. ദെൻ ഈ സെയിം ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നത്. ഈ സെയിം ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നത്. സോ ഇതിവിടെ കൊടുക്കുക. ദെൻ വീണ്ടും തന്നെ കൊടുക്കുക. പക്ഷേ അതിന് ചേഞ്ച് എന്നുള്ളത് ഇൻറ്റ് എ എന്ന് ഞാൻ കൊടുത്തു. സോ ഇതിനകത്ത് ഞാൻ കൊടുക്കുകയാണ് ഒരു പാരാമീറ്റർ കോൾ ചെയ്തേക്കും. ദെൻ ഇതേ ടെസ്റ്റ് തന്നെ അടുത്തതിൽ ഞാൻ ഈ ടെസ്റ്റിൽ സെയിം പാരാമീറ്റർ, പക്ഷെ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് വേറെ ഒരു ഡബിൾ എ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ കൊടുക്കുകയാണ് വാല്യൂ. ഇവിടെ എന്താ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ചേഞ്ച് ഇൻ പാരാമീറ്റർ ടൈപ്പ്. ഈ മെത്തേഡിലാണ് നമുക്ക് മെത്തേഡ് ഓവർലോഡ് ചെയ്യാൻ പറ്റുന്ന ചേഞ്ച് ഇൻ പാരാമീറ്റർ ടൈപ്പ്. ഓക്കെ, ചേഞ്ച് ഇൻ പാരാമീറ്റർ ടൈപ്പ്. ഇതിലെല്ലാം സെമിക്കോളൻ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ എറർ കിട്ടും. ഞാൻ സേവ് ചെയ്തു. ദെൻ ഞാൻ ഈ വാല്യൂസ് എല്ലാം കളയുകയാണ്. നിങ്ങൾക്ക് നേരത്തെ ചെയ്ത് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. സോ ഞാനിത് വാല്യൂസ് എല്ലാം കളഞ്ഞു. ദെൻ ഞാനത് മെയിനിൽ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവർലോഡിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓവർലോഡ് is equal to new overload. കൺസ്ട്രക്ടർ കോൾ ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഓ ഡോട്ട് ടെസ്റ്റ് കോൾ ചെയ്തു. ഇതിനകത്ത് കിടക്കുന്ന ടെസ്റ്റ് എന്ന് കോൾ ചെയ്തു. ഓ ഡോട്ട് ടെസ്റ്റ് എന്ന് കോൾ ചെയ്തു. അത് വെറും ഒരു പാരാമീറ്റർ പാസ് ചെയ്ത് കോൾ ചെയ്തു. സെക്കൻഡില് അടുത്ത ഞാൻ കോൾ ചെയ്യാൻ പോകുന്നത് ആ സെയിം ഫംഗ്ഷൻ തന്നെയാണ് കോൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പാസ് ചെയ്യാൻ പോകുന്നത് 12 ആണ് പാസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് പാസ് ചെയ്യാൻ പോകുന്നത് 12.4 ആണ് പാസ് ചെയ്യാൻ പോകുന്നത്. 12.4 ആണ് പാസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ സേവ് ചെയ്തു. ദെൻ ഇത് ഞാൻ കമ്പൈൽ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കമ്പൈൽ ചെയ്യുന്നു. സോ ഇതിനകത്ത് എറർ ഉണ്ട്. cannot find symbol o.test. okay, ഒരു മിനിറ്റ്. റിട്ടേൺ ടൈപ്പ് കൊടുത്തില്ല. റിട്ടേൺ ടൈപ്പ് നമുക്ക് ഏത് ഫംഗ്ഷൻ എഴുതിയാലും അതിന് റിട്ടേൺ ടൈപ്പ് നമ്മൾ കൊടുക്കണം. പബ്ലിക് വോയിഡ്. ഇനി റിട്ടേൺ ടൈപ്പ് നമ്മൾ കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ എറർ കാണിച്ചത്. പബ്ലിക് വോയിഡ് ഒന്നുകൂടി കമ്പൈൽ ചെയ്യുന്നു. ഇത് ഞാൻ ക്ലിയർ ചെയ്യണം എൻ്റെ എറർ.
സോ എറർ ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് അത് റൺ ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുക നോക്കാം. ഇപ്പൊ java.test ആയിട്ട് ഞാൻ കമ്പയർ ചെയ്തേക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നു നോക്കി. ഫസ്റ്റത്തെ വാല്യൂ നമ്മൾ എന്താ കൊടുത്തത് ഈ ടെസ്റ്റില് o.test എന്നാ പറഞ്ഞ നമ്മൾ കൊടുത്തത്. ആ o.test കൊടുത്തപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്ത് വന്നു, നോ പാരാമീറ്റർ എന്ന് വന്നു. രണ്ടാമത് കൊടുത്തത് o.test 12 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് വന്നു, അതിനകത്ത് 1 പാരാമീറ്റർ വന്നു. ഇനി നമ്മൾ അടുത്ത 12.4 കൊടുത്തത്. അപ്പൊ ചേഞ്ച് ഇൻ പാരാമീറ്റർ ടൈപ്പ് വന്നു. പക്ഷെ എല്ലാം കോൾ ചെയ്തേക്കുന്ന ടെസ്റ്റ് തന്നെയാണ്. അതായത് ഈ ഓവർലോഡില് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ കോൾ ചെയ്തത്. പക്ഷെ ഈ ഫംഗ്ഷൻ എല്ലാം ഒരേ നെയിമാണ്. അതിന് ഡിഫറൻസ് എന്താ കഴിഞ്ഞാൽ ഒന്നിൽ പാരാമീറ്റർ ഇല്ല, ഒന്നിൽ വേറെ പാരാമീറ്റേഴ്സ് ഉണ്ട്, അടുത്ത പാരാമീറ്റർ ടൈപ്പ് ചേഞ്ച് ഉണ്ട്. ഇത് നമുക്ക് പാരാമീറ്റർ വേണമെങ്കിൽ നമുക്ക് ഇത് എക്സ്ട്രാ വേണമെങ്കിൽ കൂട്ടാം. ഇപ്പൊ നമുക്ക് ഇതേ ഫംഗ്ഷൻ തന്നെ ഇതേ ഫംഗ്ഷൻ ഞാൻ ഒന്നും കൂടി എഴുതുന്നു. AA, int c എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്നു. സോ ഞാൻ സേവ് ചെയ്തു. ഇതിനിടയിൽ ഞാനൊരു കോൾ ചെയ്യണത് o.test 12.42 ഞാൻ ആദ്യം നോക്കട്ടെ, ഡബിൾ ആണ് കൊടുത്തിരിക്കുന്നത് 12.2/2 ഇങ്ങനെയാണ് ഞാൻ കൊടുത്തേക്കണെന്ന് വെച്ചോ. ഇപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓർഡർ ഓഫ് ഇതല്ല ഇത് ചെയ്യുന്നത്, ഇതിന്റെ പാരാമീറ്റർ എല്ലാം ചെക്ക് ചെയ്തായിരിക്കും വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് റൺ ചെയ്ത് നോക്കാനായിട്ട് ഒന്നും കൂടി ഞാൻ അതിനെ കമ്പയർ ചെയ്യുന്നു. എറർ ഒന്നുമില്ല. ദെൻ ഞാൻ അതിനെ വീണ്ടും റൺ ചെയ്യുന്നു. ഇപ്പൊ റൺ ചെയ്ത് നോക്കി. ഓക്കെ, ഇവിടെ ചേഞ്ച് ഇൻ പാരാമീറ്റർ ടൈപ്പ് ഞാനിവിടെ കൊടുത്തില്ല. ചേഞ്ച് ഇൻ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്, നമ്പർ ഓഫ് പാരാമീറ്റർ change in number of parameter കൊടുത്തു. then change in number of parameter കൊടുത്ത ശേഷം ഞാൻ അതിനെ വീണ്ടും കമ്പൈൽ ചെയ്യുന്നു. then again run ചെയ്യുന്നു ഞാൻ. നോക്കി ഫസ്റ്റ് തന്നെ ഫസ്റ്റ് വിളിക്കുന്ന ഓരോ ടെസ്റ്റിന്റെ ഔട്ട്പുട്ട് എന്താണ് വന്നതെന്ന് നോക്കി. നോ പാരാമീറ്റർ, ഇതുണ്ടോ നോ പാരാമീറ്റർ എന്നാണ് വന്നത്. ഇനി സെക്കൻഡ് ഞാൻ കോൾ ചെയ്തേക്കുന്നത് ഏതാന്ന് നോക്കി, o.test 12.22. ഈ 12.22 ഏതാണ് ഇവിടെ വന്നേക്കുന്നത്? ഇവിടെ രണ്ട് പാരാമീറ്റേഴ്സ് അല്ല, ചേഞ്ച് ഇൻ നമ്പർ ഓഫ് പാരാമീറ്റർ. ഓക്കെ, ചേഞ്ച് ഇൻ നമ്പർ ഓഫ് പാരാമീറ്റർ. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് നമ്മൾ മെത്തേഡ് ഓവർലോഡിങ് ചെയ്യുന്നത്. സോ ഇതിന് നമുക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ എന്ന് വേണമെങ്കിൽ നമുക്കറിയാം. ഏരിയ ഓഫ് റെക്ടാങ്കിൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താ സംഭവം. സോ ഞാനത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ പ്രോഗ്രാം ഞാൻ തന്നിട്ടുണ്ട്. ആ പ്രോഗ്രാം നിങ്ങൾ നോക്കുക, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുക. ഇതാണ് മെത്തേഡ് ഓവർലോഡിങ്. ഓക്കെ, താങ്ക് യു ഫോർ